ഫാക്സ് മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും. സ്ത്രീകൾ ആണുങ്ങളുടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മറ്റു പലതിനുമാണ്. ആകർഷണം എന്നത് ജൈവികമായ ഒരു പ്രക്രിയയാണ്. ആരോഗ്യമുള്ള കുട്ടികളെ മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരാളുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അത്. ചെറിയ അരക്കെട്ടും വീതിയുള്ള ഇടുപ്പുമുള്ള യുവതികളെയാണ് പുരുഷന്മാർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആണുങ്ങളുടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ സ്ത്രീകൾ പരിഗണിക്കുന്നത് മറ്റു പലതുമാണ്. ചരിത്രപരമായി സ്ത്രീകൾക്ക് അവരെയും അവരുടെ കുടുംബത്തെയും പരിപാലിക്കാൻ ശക്തനായ ഒരാണിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആധുനിക കാലത്ത് അതത്ര അത്യാവശ്യമല്ലെങ്കിലും ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്റെ സൗന്ദര്യത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് അയാളുടെ വ്യക്തിത്വത്തിനാണ്. ആണുങ്ങളുടെ ശാരീരിക രൂപം സ്ത്രീകൾക്ക് പ്രധാനമാണ്. നല്ല ഉയരവും ഉറച്ച ശരീരവുമുള്ള ആളാണെങ്കിൽ അത്തരക്കാർക്ക് സ്ത്രീകളെ സംരക്ഷിക്കാൻ കൂടുതൽ കഴിവുണ്ട് എന്ന് സ്ത്രീകൾ വിലയിരുത്തുന്നു. അതുപോലെ മോശമായി വസ്ത്രം ധരിക്കുകയും തലമുടിയൊക്കെ നല്ല രീതിയിൽ ചീകി വയ്ക്കുകയും ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കാൻ പോലും കഴിയില്ലെന്ന് സ്ത്രീകൾ അനുമാനിക്കും. ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ പൊതുവെ സൗന്ദര്യത്തിന്റെ പുറകെ പോകുമെങ്കിലും പ്രായമായി വരുന്നതോടുകൂടി പെൺകുട്ടികളുടെ ലിസ്റ്റിൽ നിന്നും സൗന്ദര്യം പുറകോട്ട് പോകും. പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു. സംസാരിക്കാനുള്ള കഴിവ് പെൺകുട്ടികൾക്ക് കിട്ടിയ ഒരു വരമാണ്. ഒരുപക്ഷെ നിങ്ങളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ ആദ്യ വാക്കുകൾ പറയുന്നത് ഏതാണ്ട് ഒരേ സമയത്തായിരിക്കും, അതായത് ഏകദേശം 1 വയസ്സാകുമ്പോഴേക്കും. എന്നാൽ 16 മാസം പ്രായമാകുമ്പോഴേക്കും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതൽ വാക്കുകൾ പറയാൻ കഴിയും. അതുപോലെ പെൺകുട്ടികൾക്ക് അവർ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്ന ആൺകുട്ടികളെ ആണ് കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആരാണ് കൂടുതൽ വായാടികൾ? പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? സ്ത്രീകൾ യുക്തിയേക്കാൾ വികാരങ്ങളോടാണ് കൂടുതലായി പ്രതികരിക്കുന്നത്. സ്ത്രീകൾ ഇണങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ തമാശയൊക്കെ പറയുന്നവരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. എപ്പോഴും യുക്തിപരമായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന, എന്നാൽ അല്പം മസിലുപിടുത്തമുള്ള ആൺകുട്ടികളെ സ്ത്രീകൾ അത്ര അധികം ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു മികച്ച കാമുകനാവാൻ താല്പര്യമുണ്ടെങ്കിൽ വിരസന്മാരാവാതെ സരസന്മാരാകുക. ഒരു പെൺകുട്ടിയുടെ ഹൃദയം കീഴടക്കാൻ ഏറ്റവും മികച്ച മാർഗം അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കി പെരുമാറുക എന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാട്ടിൽ മാന്യന്മാരായി നടക്കുന്ന ആൺകുട്ടികൾക്ക് കാമുകിമാരെ കിട്ടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ സകല ഉഡായിപ്പും കളിച്ച് നടക്കുന്ന ആൺകുട്ടികൾക്ക് മിക്കവാറും കാമുകിമാരുണ്ടാകും. ഇതൊരു തെറ്റായ ലോജിക്കൽ തീരുമാനമാണെങ്കിലും പെൺകുട്ടിയുടെ വികാരങ്ങളെ കൂടുതലായി സ്വാധീനിക്കുന്നത് നാട്ടിലെ ഉഡായിപ്പന്മാരാണ്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പ്രാണികളെ ഭയമാണ്. നമ്മുടെ പല ഭയങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ ജീനുകളാണ്. ശാസ്ത്രം പറയുന്നത് പെൺകുട്ടികൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ജനിതകപരമായി ഇത്തരം പേടിയുണ്ടാക്കുന്ന ജീനുകൾ അധികം ഉണ്ടെന്നാണ്. പ്രത്യേകിച്ചും അപകടകരമായ പ്രാണികളെക്കുറിച്ചുള്ള പേടി. ഒരു പഠനത്തിൽ 11 വയസ്സുള്ള പെൺകുട്ടികളെ എട്ടുകാലിയുടെ ചിത്രം കാണിച്ചപ്പോൾ ആ കുട്ടികൾ പേടിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നും, എന്നാൽ ഇതേ ചിത്രം ആൺകുട്ടികളെ കാണിച്ചപ്പോൾ അവർക്ക് വലിയ ഭാവമാറ്റം ഒന്നും സംഭവിച്ചില്ല എന്നുമാണ്. അതുപോലെ ചിലന്തികളെയും മറ്റ് ഇഴജന്തുക്കളെയും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 4 ഇരട്ടി കൂടുതൽ ഭയപ്പെടുന്നുണ്ട് എന്നാണ് ചില പഠനങ്ങൾ കണ്ടെത്തിയത്. സ്ത്രീകൾ അവരുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് മിക്കവാറും നിങ്ങളുടെ അത്ര ഉയരമോ ശക്തിയോ ഉണ്ടാവില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഇത് എത്രമാത്രം ഭയാനകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഒരാളെ ആദ്യം കാണുമ്പോൾ സ്ത്രീകൾ അവരെ അപകടകാരികളായ വ്യക്തികളായാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരോട് സംസാരിക്കാൻ വിമുഖത കാട്ടുന്നത്. ഇത് മാറ്റിയെടുക്കേണ്ടത് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ആദ്യ പടിയാണ്. കുറച്ച് ചെപ്പടി വിദ്യകളിലൂടെ നിങ്ങൾക്ക് ഈ ഭയം മാറ്റിയെടുക്കാൻ കഴിയും. പുഞ്ചിരിക്കുക, മൃദുലമായി നോക്കുക, സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് നോക്കി അവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ആദ്യ കാഴ്ചയിലെ ഭയം മാറ്റാൻ സഹായിക്കും. സ്ത്രീകൾക്ക് തങ്ങളെക്കാൾ മികച്ച പുരുഷന്മാരെയാണ് എപ്പോഴും താല്പര്യം. പഠനങ്ങൾ പറയുന്നത് സ്ത്രീകൾക്ക് അവരെക്കാൾ കുറച്ച് ധനം സമ്പാദിക്കുന്നവരെയോ, അവരെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെയോ, അവരെക്കാൾ താഴ്ന്ന സാമൂഹിക സാമ്പത്തിക വിഭാഗത്തിൽപ്പെടുന്നവരെയോ വിവാഹം ചെയ്യാൻ താല്പര്യം ഇല്ല എന്നാണ്. സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയ്ക്ക് സ്ത്രീകൾ മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ടാകാം ഇത്. എന്നാൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് കരുതരുത്. ഇത് ഡാറ്റകൾ വെച്ച ഒരു അനുമാനം മാത്രമാണ്. സ്ത്രീകൾ അവരുടെ കാമുകൻ ഒരു യഥാർത്ഥ ഹീറോ ആണെന്ന് ഉറപ്പുവരുത്താൻ കാമുകനോട് ചിലപ്പോൾ ക്രൂരമായി പെരുമാറിയേക്കാം.
ആത്മവിശ്വാസവും ആണത്വവുമുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഈ ഗുണം ഉണ്ടോ എന്ന് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പുരുഷന്മാർക്കില്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് നടിച്ച് പെൺകുട്ടികളെ കബളിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ. നിങ്ങൾ അങ്ങനെ കബളിപ്പിക്കുകയാണോ എന്നറിയാൻ ചിലപ്പോൾ പെൺകുട്ടികൾ നിങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറിയേക്കാം. ഒരുപക്ഷെ നിങ്ങളോട് പിണങ്ങുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യും. സ്ത്രീകൾക്ക് അവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കഴിയാൻ താല്പര്യമുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം. എല്ലാ കഴിവും ഉള്ള ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയും അയാൾ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ആ സ്ത്രീയെ വിട്ടുപോകുകയും ചെയ്യുകയാണെങ്കിൽ അത് ആ സ്ത്രീക്കും കുട്ടിക്കും ഒരുപോലെ ദോഷമാണ് ഫലം ചെയ്യുക. അതിനാൽ സ്ത്രീകൾ കൂടുതൽ കാലം അവരെ സ്നേഹിക്കാനും കൂടെ കഴിയാനും താല്പര്യമുള്ളവരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. സ്ത്രീകൾക്ക് മറ്റുള്ള സ്ത്രീകൾ ഒരു പുരുഷനോട് സൗഹൃദത്തോടെ ചിരിക്കുന്നത് കണ്ടാൽ ആ വ്യക്തി കൂടുതൽ ആകർഷണമുള്ള ആളായി സ്ത്രീകൾക്ക് തോന്നും. അതുപോലെ മറ്റുള്ള സ്ത്രീകൾ നല്ല വാക്കു പറയുന്ന ഒരു പുരുഷനെയും സ്ത്രീകൾക്ക് പൊതുവെ മികച്ച വ്യക്തിയായി വിലയിരുത്തും. സ്ത്രീകൾക്ക് മറ്റുള്ള സ്ത്രീകളെ അനുകരിക്കാൻ നല്ല കഴിവുണ്ട് എന്നത് ഇതിനൊരു കാരണം ആയിരിക്കാം. ഗാംഭീര്യമുള്ള ശബ്ദത്തിന് ഉടമകളായ പുരുഷന്മാരെയാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കൂടുതൽ ഡീപ്പായ ശബ്ദമുള്ള ആൾക്കാർ കൂടുതൽ ശാരീരിക കരുത്തുള്ളവരായി വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഒരു പെൺകുട്ടി അവളുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് കരുതുക. അതിനർത്ഥം അവർ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. പെൺകുട്ടികൾ അവരുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മുന്നേ പറഞ്ഞല്ലോ. പെൺകുട്ടികൾ അവരുടെ വിഷമങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾ അവളെ പരിഹസിക്കില്ല എന്നും കുറ്റപ്പെടുത്തില്ല എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ്. അതിനർത്ഥം ആ പെൺകുട്ടിക്ക് നിങ്ങളുമായുള്ള സൗഹൃദവും വിശ്വാസവും വളരെ കൂടുതലാണ് എന്നതാണ്. സ്ത്രീകൾക്ക് ഒരാളുമായി പ്രണയത്തിലാകാൻ വളരെ കാലമെടുക്കും. എന്നാൽ ഒരിക്കൽ പ്രണയിച്ചാൽ അത് അഗാധമായ പ്രണയമായിരിക്കും. ഒരു വ്യക്തിയുമായി പ്രണയത്തിലാകുമ്പോൾ പുരുഷന് നഷ്ടപ്പെടാൻ അധികമൊന്നുമില്ല. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ആ റിലേഷനിൽ ഒരു കുട്ടിയുണ്ടാവുകയാണെങ്കിൽ വളരെ കാലത്തേക്ക് അത് സ്ത്രീകൾക്ക് ഒരു ബാധ്യതയാകും. അതുകൊണ്ട് തന്നെ ഒരാളുമായി പ്രണയത്തിലാകുന്നതിന് മുമ്പ് അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ എന്ന് നമ്മൾ നോക്കണം. അവളെയും കുട്ടികളെയും സംരക്ഷിക്കാനും മറ്റും കഴിവുള്ളവൻ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയ ശേഷമേ സ്ത്രീകൾ ഒരാളെ പ്രണയിക്കൂ. പ്രണയിച്ചു കഴിഞ്ഞാൽ അവൾ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും കൂടെ നിൽക്കും. നിങ്ങളുടെ എന്തു പ്രശ്നവും അവളുടെ സ്വന്തം പ്രശ്നമായിക്കൊണ്ട് പരിഹാരം തരും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തുവെക്കും. നിങ്ങളുടെ ബർത്ത്ഡേ, ഇഷ്ടപ്പെട്ട ആഹാരം, സിനിമാ നടൻ എന്നിങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഓർത്തുവെക്കും. അതുപോലെ നിങ്ങളും അവരുടെ കാര്യങ്ങൾ ഓർത്തുവെക്കും എന്ന് അവർ പ്രതീക്ഷിക്കും. കൂടുതൽ കാര്യങ്ങൾ ഓർത്തുവെക്കുന്ന ആൺകുട്ടികൾക്ക് തങ്ങളെ കൂടുതൽ ഇഷ്ടമുണ്ടെന്നാണ് പെൺകുട്ടികൾ വിലയിരുത്തുക. ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാത്തതുകൊണ്ട് പിണങ്ങിപ്പോകുന്ന കാമുകിമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെൺകുട്ടികൾക്ക് അവരുടെ പേര് വിളിക്കുന്നതും ചെല്ലപ്പേര് വിളിക്കുന്നതും വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നീ, അവൾ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം പേരോ ചെല്ലപ്പേരോ വിളിക്കുന്നത് പെൺകുട്ടികൾ അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളാണെന്നും സ്പെഷ്യൽ ആണെന്നും തോന്നലുണ്ടാക്കും. അതുപോലെ നിങ്ങളെ പേരോ ചെല്ലപ്പേരോ ആണ് വിളിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ആൺകുട്ടികളെയാണ് ഇഷ്ടം. തങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നോക്കിക്കൊള്ളും എന്ന് ഉറപ്പുള്ള ഒരു പുരുഷനെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടും. അവർ വിളിക്കുന്ന സ്ഥലത്ത് പോവുക, അവർക്ക് വിഷമമുള്ള സമയത്ത് കൂടെ നിൽക്കുക, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ സംരക്ഷിക്കുക, മാനസികമായി പിന്തുണ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ പെൺകുട്ടികളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.